അപ്പോൾ ഇന്ന് കുറച്ച് അയില മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വറുക്കാനും കുറച്ച് കറി വെക്കാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കറി വെക്കാനുള്ള മീൻ ഞാൻ നാളെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചു. കാരണം ഇവിടെ കറി ഉണ്ടായിരുന്നു, മുളക് വറുത്തപ്പുളി, നമ്മുടെ പാലക്കാടുകാരുടെ സ്പെഷ്യലാണ് മുളക് വറുത്തപ്പുളി, അതുണ്ട്. അപ്പോൾ കറി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വറുക്കാനുള്ള മീൻ മാത്രം എടുത്ത് കഴുകിയിട്ടുണ്ട്. പിന്നെ മീൻ വെട്ടി തന്നതുകൊണ്ട് നമുക്ക് കഴുകാനായിട്ട് വലിയൊരു പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിനുള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു എന്ന് മാത്രം. പിന്നെ മീനൊക്കെ വരഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഒന്ന് അരച്ചിട്ടും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചോറൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ വാർത്തു. പിന്നെ ഞാൻ മിക്സിയിൽ കുരുമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചിട്ട് മീനിൽ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ, ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില കൂടുതലായതുകൊണ്ട് ഇവിടെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ നോക്കാറില്ല, കൂടുതലെടുത്ത് ഒഴിക്കും. അപ്പോൾ അമ്മ ഓടി വരും കേട്ടോ, വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മുടെ വീട്ടിലാവുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് ആവുമ്പോൾ നമുക്ക് കുറച്ച് പിശുക്കുണ്ടാവും. പക്ഷേ വെളിച്ചെണ്ണ ഇവിടെ തെങ്ങ് കുറേ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വെളിച്ചെണ്ണ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുകയാണ്. ഇത് മാത്രമാണ് ഇന്നത്തെ വിഭവങ്ങൾ, മുളക് വറുത്തപ്പുളി, അയില വറുത്തതും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്കിൻ കെയറും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. മറ്റേ മുൾട്ടാണി മിട്ടിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് എൻ്റെ മുഖത്തൊക്കെ ഒന്ന് തേക്കുന്നുണ്ട്. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒട്ടുപാൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഉണങ്ങിയ ഒട്ടുപാൽ ഈ ചാക്കിലാണ് എടുത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അധികം പച്ച ഒട്ടുപാലുണ്ട്, അത് ഇന്നലെ വെട്ടിയ മരത്തിൻ്റെയാണ്. അപ്പോൾ അത് ഞാൻ വേറെ പാത്രത്തിൽ വേറെ ഡിഷിലാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാൻ ഫേസ് വാഷ് ചെയ്തു. ഇനി കുറച്ച് നേരം റെസ്റ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.